മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിവ് കിഴക്ക് കണ്ട നക്ഷത്രത്തെ നോക്കി മനസ്സിലാക്കി ഹെരോദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നു വന്ന വിദ്വാൻമാർ ചോദിക്കുന്ന ചോദ്യമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ജനനത്തിലൂടെ രാജാവായി ജനിച്ചവൻ ഒരുവനേയുള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. ലോകത്തിൽ അനേക രാജാക്കന്മാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്, രാജ്യാധികാരം ഏറ്റെടുത്ത് രാജ്യങ്ങളെ ഭരിച്ചിട്ടുണ്ട്. അവരാരും ജനനത്തിൽ രാജാവായിരുന്നില്ല, രാജകുമാരന്മാരായി ജനിക്കുന്നവരുണ്ട്. എന്നാൽ പ്രത്യേക സമയത്ത് രാജാവായിട്ട് അവരെ തിരഞ്ഞെടുക്കുന്നു, അവരെ അധികാര പദവിയിലേക്ക് അവരെ ആക്കി തീർക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തു ജനനത്തിലൂടെ രാജാവായി ഭൂമിയിലേക്ക് ജനിച്ചവൻ എന്ന് കാണുവാൻ കഴിയുന്നു. ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വെറുമൊരു രാജാവ് മാത്രമല്ല, രാജാതിരാജാവ്. രാജാതിരാജാവായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യപ്രകാരം പറയുന്നു, നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും. അപ്പോൾ ക്രിസ്തു രാജാവാണെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഓരോ വ്യക്തികളും രാജാക്കന്മാരാണ്. ക്രിസ്തു രാജാതിരാജാവും അവൻ്റെ മക്കളായിരിക്കുന്ന നാം രാജാക്കന്മാരുമാണ്. രാജാവായിട്ട് ജനിച്ച ക്രിസ്തു രാജാതിരാജാവായിട്ട് വരുവാൻ സമയമടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ രാജാതിരാജാവായി കർത്താവ് മടങ്ങി വരും. ആ കർത്താവ് മടങ്ങി വരുമ്പോൾ രാജാക്കന്മാരായി കർത്താവിനോടുകൂടെ വാഴുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. രാജാവായിട്ട് ജനിച്ചവൻ, രാജാവായിട്ട് ലോകം അംഗീകരിക്കാതിരുന്നപ്പോഴും രാജാവായിരുന്നവൻ, ആ രാജാവായ കർത്താവ് രാജാതിരാജാവിട്ട് മടങ്ങി വരാൻ പോകുന്നു. ഇതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.